മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എൻ.സി.പിയിലെ രണ്ട് വിഭാഗങ്ങൾക്കും തിരിച്ചടി. അജിത് പവാറും ശരത് പവാറും ഒരുമിച്ച് മത്സരിച്ചിട്ടും പിംപ്രി ചിഞ്ചുവാഡിലെ ശക്തി കേന്ദ്രങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്തത് ഇരു പാർട്ടികളെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ്. 2023 എൻ.സി.പിയെ പിളർത്തി മഹായുതി സഖ്യത്തിൽ ചേർന്ന അജിത് പവാർ ഇത്തവണ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനായി ശരത് പവാറുമായി കൈകോർക്കുകയായിരുന്നു. എന്നാൽ യാതൊരു നേട്ടവും അജിത് പവാറിന് കൊയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പരമ്പരാഗത ശക്തികേന്ദ്രമായ പിംപ്രി ചിഞ്ചുവാഡ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇരുവിഭാഗവും ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ മേഖലയിൽ പവാർ കുടുംബത്തിന്റെ കരുത്ത് ചോരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ശരത് പവാർ വിഭാഗം എൻ.സി.പി അക്ഷരാർത്ഥത്തിൽ തകർന്നടിഞ്ഞു. അജിത് പവാർ വിഭാഗത്തിന് തിരിച്ചടി നേരിട്ടുവെങ്കിലും ഒരു കാലത്ത് പവാർ കുടുംബത്തിന്റെ ശക്തി ദുർഗമായിരുന്ന പിംപ്രി ചിഞ്ചുവാഡിൽ പിടിച്ചു നിന്നു എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം എന്ന് മാത്രം. 128 അംഗങ്ങളുള്ള പിംപ്രി ചിഞ്ചുവാഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ 35 സീറ്റുകൾ മാത്രമേ എൻ.സി.പി സഖ്യത്തിന് നേടാനായുള്ളൂ. എന്നാൽ 87 സീറ്റുകൾ നേടിയ ബി.ജെ.പി പവാർ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രത്തിൽ കരുത്ത് തെളിയിക്കുന്ന കാഴ്ചയും കണ്ടു. ഒരു സീറ്റിൽ മാത്രമാണ് ശരത് പവാർ വിഭാഗത്തിന് വിജയിക്കാൻ സാധിച്ചത്. പവാർ കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും കരുത്തും പിംപ്രി ചിഞ്ചുവാഡിൽ ഗുണകരമാകുമെന്നായിരുന്നു ഒന്നിച്ച് മത്സരിക്കുമ്പോൾ അവർ കരുതിയത്. ശരത് പവാറും അജിത് പവാറും അങ്ങനെ കണക്കുകൂട്ടി. എന്നാൽ നേതാക്കൾ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചപ്പോഴും പരസ്പരം വേർപിരിഞ്ഞതോടെ രണ്ട് തട്ടിലായി പോയ അണികൾ അത് ഉൾക്കൊണ്ടില്ല എന്നുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. അവരുടെ പാരമ്പര്യവും ബി.ജെ.പിയെ തകർക്കാൻ പര്യാപ്തമായിരുന്നില്ല. പ്രചാരണ വേളയിൽ ശക്തമായ സന്ദേശങ്ങളോ വാഗ്ദാനങ്ങളോ മുൻനിർത്തി വോട്ടർമാരെ അഭിമുഖീകരിക്കാൻ എൻ.സി.പിയിലെ ഇരുവിഭാഗങ്ങൾക്കും സാധിച്ചുമില്ല. ബി.ജെ.പിയെ വെല്ലുവിളിച്ച് ശരത് പവാറുമായി യോജിച്ച് മത്സരരംഗത്തിറങ്ങിയ അജിത് പവാർ വിഭാഗത്തിന്റെ ഭരണസഖ്യത്തിലെ ഭാവി കൂടിയാണ് ഇതോടെ തുലാസിലായിരിക്കുന്നത്. പൂനെയിലും മഹായുതി സഖ്യത്തിലെ അമരക്കാരായ ബി.ജെ.പിക്കെതിരെ അജിത് പവാർ വിഭാഗം ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നു. എന്നാൽ അവിടെയും പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ അജിത് പവാർ വിഭാഗത്തിന് സാധിച്ചിരുന്നില്ല. ശക്തി കേന്ദ്രങ്ങളിൽ ബി.ജെ.പി മുന്നേറ്റം നടത്തിയതോടെ മഹായുതി സഖ്യത്തിൽ അജിത് പവാറിന്റെ വിലപേശൽ ശക്തി കൂടിയാണ് ദുർബലമായിരിക്കുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച തന്ത്രം പാളിയതോടെ ഒന്നുകിൽ ബി.ജെ.പിയുടെ താൽപര്യത്തിന് കീഴ്പ്പെട്ട് സഖ്യത്തിൽ തുടരാനോ അല്ലെങ്കിൽ ശരത് പവാർ വിഭാഗവുമായി ലയിക്കാനോ അജിത് പവാർ നിർബന്ധിതനായേക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ മാസം അവസാനം നടക്കുന്ന ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും നിർണായകമാണ്.